മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 6 ദിവസങ്ങളായി ഈ പൈപ്പിൽ വെള്ളം പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് ഈ പ്രദേശത്തുള്ള പൈപ്പുകളിലൊന്നും വെള്ളം ഇല്ല. ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ പൈപ്പിൽ വെള്ളമില്ല എങ്കിലും ജനങ്ങൾക്ക് ഭീമമായ ഒരു തുകയാണ് ബില്ലായി നൽകുന്നത്. വാട്ടർ അതോറിറ്റി ഈ അനീതി കാണിച്ചു തുടങ്ങിയിട്ട് നാളുകളായി. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഇതുവരെയ്ക്കും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് സ്വാഗതം. എത്ര ദിവസമായി ഈ പൈപ്പ് ലൈനിലൂടെ പൊട്ടിക്കിടക്കുന്നത്? 6 ദിവസമായി. നമ്മൾ മെമ്പറെ അവിടെ അടച്ചു, മെമ്പറിന്റെ ഭർത്താവിന് വില അടച്ചു ഇവിടെ നോക്കിയിട്ട് പോയി നാളെ ശരിയാക്കാന്ന് പറഞ്ഞിട്ടില്ല. അതിന് ശേഷം പിന്നെ തിരിഞ്ഞോലി നോക്കിയിട്ടില്ല. ഇവിടെ പൈപ്പിലും വെള്ളമില്ല. അതിന് ഒരു 3 മാസത്തിനുള്ളിലായല്ലോ ഇവിടെ പൈപ്പിലൊക്കെ വെള്ളം വന്നിട്ട്. ഈ 3-4 വീട്ടില് ഒരു വർഷമായി പൈപ്പ് ലൈൻ ഇവിടെ വന്നിട്ട് ഈ പൈപ്പിലെ വെള്ളം വെറുതെ വേസ്റ്റ് ആയി പോവുകയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല. എന്നിട്ട് പൈപ്പിന്റെ ഈ വെള്ളത്തിന്റെ ചാർജ് വരുന്നത് പൈസ വെള്ളം എടുത്താലും എടുത്തില്ലെങ്കിലും പൈസ അടച്ചേറ്റു. വെള്ളം എടുത്താലും എടുത്തില്ലെങ്കിലും പൈസ അടച്ചേറ്റു. നമ്മള് ആ അവസ്ഥയായി. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പോൾ നിങ്ങൾ അറിയിച്ചാലും ഒന്നും തിരിഞ്ഞു നോക്കില്ല. നമ്മള് മെമ്പർ സംഭവിച്ച അന്നേനെ മെമ്പർ അറിയിച്ച്, മെമ്പർ വന്ന് നോക്കി ഞാൻ നാളെ ആളിനെ വിടാന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്താണോ ശരിയാക്കിയതെന്നുള്ള ഗുണോ ദോഷോ അവർ തിരക്കിട്ടില്ല എന്താണെന്നുള്ളത്. ഓക്കെ, നന്ദി, നമസ്കാരം. പരാതികളെ നാട്ടുകാർ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുന്നു. പഞ്ചായത്ത് മെമ്പർ ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ ധരിപ്പിക്കുന്നു. ഇതിൻ്റെ പണികൾ മുടങ്ങിയാൽ പഞ്ചായത്ത് മെമ്പറെ ജനങ്ങൾ കുറ്റം പറയും. ഇതിൻ്റെ സത്യാവസ്ഥ ഉദ്യോഗസ്ഥർ മെമ്പർമാർ പറയുന്നത് ഇപ്പോൾ വിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെരുമാതുറയുടെ പ്രശ്നങ്ങൾ. ജനങ്ങളും മെമ്പറുമായി പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. ജനങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഈ അനീതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജോലി ഇല്ലാതാകും എന്ന് ഓർത്താൽ വളരെ നല്ലത്. ഈ വീഡിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്നവരെ ഷെയർ ചെയ്യുക. സത്യസന്ധമായ ഈ റിപ്പോർട്ട് ജനങ്ങളിൽ എല്ലാവരിലും എത്തട്ടെ. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് തന്നെ നീങ്ങുന്നതാണ്. നന്ദി, നമസ്കാരം.